ചില ആൾമാർ ഇട്ടങ്ങത്തോട് വീട് ಅಂದ್ರೆ ഒരു ഹുത്തുബാക്കൃതായ നിക്കാ ഹുത്തുബ നിങ്ങൾ കണ്ടു നിൽക്കുക. എതിരിലൊരു പെണ്ണ് ഇപ്പുറത്തൊരു ആണിയെ നിന്നിട്ട് നടുവിലൊരു ഉസ്താദ് ഒരു വലിയൊരു മീസ വെച്ചിട്ട് താടി ചുരണ്ടി തൊല്ലങ്ങനത്തെ ഉസ്താദ്. എന്നിട്ട് ആൾമാർ ചൊല്ലി കാണാം ദാ സലഫിരങ്ങളെ നിക്കാ ഇങ്ങനെ എത്തിക്കറ്, സലഫിരങ്ങൾ നിക്കാ ഇങ്ങനെ. സത്യത്തില് സലഫിയ സുന്നി ആറ് കൊടുത്തു, ഏത് കൗമി എന്താറ് കൊടുത്തു? ഒട്ടാരെ നിങ്ങൾക്ക് ചൊല്ലാം അവന് ഇസ്ലാമിലെ ഇല്ലാത്തൊരു സ്വഭാവം എത്തിക്കർ കാട്ടിയുള്ളത്. എങ്ങനെ എത്തിക്കറ ആ പെണ്ണിന് എതിർ നിപ്പാടിതാക്കറ് സാധ്യമില്ല. സലഫിരങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിക്കാഹ് ഇല്ല. ഒന്നാമത്തെ ഫസ്റ്റ് നോക്കൂല ഖത്തീബ എത്തിക്കറ്. റസൂൽ ചെന്നത് ഒഫിറുല്ലിഹ താടിയുടെ വിടറും മീസര ശരിയാക്കോളും. ഓന് താടി ചൊല്ലിട്ട് മീസ വെച്ച് കൊല്ലെത്തായെങ്കിൽ റസൂലിന്റെ സുന്നത്തനുസരിച്ച് പോകണമെന്നല്ല. അപ്പൊ മനസ്സിലായി സലഫി പക്കല്ല. സലഫിരങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധ്യമല്ല. പിന്നെ എന്ത് കഴിക്കുന്ന ഫിത്തനായിട്ട് പല രൂപത്തിലെ ആൾമാര് ഇത് യൂട്ടർനാക്കും, തിരിക്കും. ഒരു ജാഗത്ത് ഒരു വ്യക്തി ഒരു കാസിമി ജൂത്തുള്ള ഒരു വ്യക്തി മദീനത്തുക്കും മക്കത്തുക്കും ഒരു പ്രസക്തി ഇല്ല, ഒരു വലിയൊരു സ്ഥാനം ഇല്ല ചൊല്ലിച്ചൊല്ലേ അതിനെ എനിക്ക് കാട്ടാൻ സാധിച്ചൊന്നില്ല. ഇപ്പുറത്തൊരു വ്യക്തി ചെന്നുകൊണ്ട് നാളെ തിക്കർ അള്ളാ ചൊത്ത് ചെന്നു ഇതിനെ എനിക്ക് കാട്ടിയിട്ടാ ഇതേ തിക്കര് സുന്നത്ത് ജമാഅത്തിന്റെ പേരില് വഞ്ചനാക്കിയൊത്തുള്ള ഈ ഖബർ ആരാധിക്കുന്ന ആൾമാരെ സ്വഭാവം ചൊല്ലോ ഇങ്ങനെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇങ്ങനത്തെതെല്ലാം കിട്ടും. ഈ താടി ചൊരഞ്ഞ ആളെ നിക്കാക്കുന്നത് കാണുമ്പോഴത്തേക്ക് സലഫിന് നിക്കാ ഇല്ല, സലഫിനക്ക് അങ്ങനത്തെ ഒരു നിക്കാ ഇല്ല. ആ ഒരു സ്വഭാവത്തിൽ പെണ്ണിനെതിരെ വെച്ചതല്ല. സത്യത്തിൽ അത് ആക്കിയുള്ളത് ഇങ്ങനെ തിക്കറ്. ഈ ദർഗവിശ്വാസിമാരായിട്ടുള്ള ആൾമാരെ തിക്കറാ നോക്കൂ. അങ്ങനെ നിക്കാ കഴിഞ്ഞപ്പമേ ആ ഹാളിൽ വെച്ചിട്ട് പെണ്ണറെ പാൽ കുടിപ്പാട്ട് അല്ലെങ്കിൽ ദുവാർക്കര പേരിൽ പോണ്ടേ ഓണ്ട് ചങ്ങായിമാരെല്ലാം കൂടി പോണ്ടേ ഒടുകെ അവിടെ മഹറമൈത്തുള്ള പെൺമക്കമല്ലേ, അവിടെ ആറിലെല്ലാം അന്യസ്ത്രീമാരല്ലേ, എല്ലാരും മുട്ട പോയിട്ട് മിങ്ങളെയ്ത്ത് ചക്ര കഞ്ഞിത്തല്ലേ ഉള്ളേ. ഇങ്ങനെ നിൽക്കാതെ വിഷയത്തിലപ്പ. അപ്പൊ അതെല്ലാം ഒളിപ്പാട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഏതാ ഒരു കൊമ്പാക്കിയതിരെ സലഫിനങ്ങളെ പേരിലിടുന്നത് സമല്ല.